നമസ്കാരം. ഐഷൂക്ക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കുളത്തൂപ്പുഴയിലാണ്. കുളത്തൂപ്പുഴയിൽ 11ാം മൈലിലാണ് നിൽക്കുന്നത്. എനിക്ക് പിന്നിൽ ഒരു ബോർഡ് കാണാം. ഈ ബോർഡ് മാത്രമല്ല, കുറച്ച് വീട്ടമ്മമാരുമുണ്ട്, പ്രായമായ അമ്മമാരുമുണ്ട്. ഞാൻ പറഞ്ഞ വീട്ടമ്മമാർ എനിക്ക് പിന്നിൽ ഇരിപ്പുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം എന്താണ് സംഭവിച്ചതെന്ന്. ചേച്ചി, ഈ തട്ടിപ്പ് നടന്നതിൻ്റെ സംഭവങ്ങൾ എങ്ങനെയാണ് തുടങ്ങിയത് ഒന്ന് പറഞ്ഞേ. പ്രധാനമന്ത്രിയുടെ ലോൺ തരാമെന്നും വ്യാജേനയാണ് ഞങ്ങളെ ഇവരെ സമീപിക്കുന്നത്. ഇവരെ സമീപിച്ചിട്ട് അപ്പോൾ ഒരു ലോണാണ്, അതുപോലെ വ്യവസായ ലോണാണ്. PMEGP ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ലോണുണ്ട്. അപ്പൊ ഈ ലോണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് സബ്സിഡി അധികം ഉള്ളതാണ്, അടവ് കുറവ്, മാസത്തവണകൾ കുറവാണ്. ഞങ്ങളൊക്കെ എന്ന് മൈക്രോ ഫിനാൻസും അങ്ങനെ ചെറിയ ചെറിയ ലോണുകൾ. അപ്പൊ അങ്ങനെ ലോണുകൾ എടുത്തിട്ടുള്ളവർക്ക് ഈ ലോൺ കിട്ടത്തില്ല, ബാധ്യത ഉള്ളവർക്ക് കിട്ടത്തില്ല. അങ്ങനെ പറഞ്ഞതിന്റെ പേരിലാണ് ഞങ്ങൾ ഇതിനകത്ത് ഒന്നാമത്തെ അതിൽ ഇരയാവാൻ കാരണം അതാണ്. പിന്നെന്ന് വെച്ചാൽ അടവ് കുറവായതുകൊണ്ട് ഞങ്ങൾക്ക് പൈസ കിട്ടിയാൽ മാസം തോറും അടയ്ക്കാൻ മതി. ഞങ്ങൾക്ക് മാസം തോറും അടയ്ക്കാമല്ലോ. ആ ഒരു ഇതിലാണ് ഞങ്ങൾ എല്ലാവരും ഇതിൽപ്പെട്ടു. കാരണം ഈ അമ്മ കിടക്കുന്നത് കണ്ടോ, ഞങ്ങളെ രാവിലെ മുതൽ കടക്കാരും വിളിക്കുകയാണ്, ബാങ്കുകാരും പോലീസുകാരും എല്ലാം ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അമ്മയുടെ പേർക്കൊക്കെ എത്ര കേസാന്ന് പറയുമ്പോൾ അവിടെ ചെന്നത്. ഈ അമ്മയൊക്കെ 75 ലക്ഷം രൂപ അവര് 2.5 വർഷം കൊണ്ട് അവർ കൊടുത്തത്. ഈ കിടക്കുന്ന അമ്മ 75 ലക്ഷം രൂപയാണ് ഈ തട്ടിപ്പുകാർക്ക് ഈ ലോണിന്റെ പേരിൽ പല പ്രാവശ്യമായിട്ട് കൊടുത്തത് അല്ലേ? അതെ, 2.5 വർഷം കൊണ്ടാണ് അവരുടെ കയ്യിൽ ഇത് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. 2.5 വർഷം കൊണ്ട് അവരിത്. അതിന് ശേഷമാണ് ഞങ്ങളൊക്കെ ഇതിൽ ഇരയായത്. ഞങ്ങൾക്കറിയില്ല, അവരിപ്പോഴും ഇത് തന്നെയാണ് തുറന്നുകൊണ്ടിരിക്കുന്നത്. അത് ശരി. അപ്പോൾ ഈ ഒരു ലോണിന്റെ പേരിൽ ഈ നാട്ടിലുള്ള ഒരുപാട് ആളുകളുടെ കയ്യിൽ നിന്ന് ഈ പണം മേടിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടച്ചാൽ മതി ചേച്ചി, സബ്സിഡിയൊക്കെ ഉള്ള ലോണാണ്, നിങ്ങൾക്കും എളുപ്പമാവും, കുഴപ്പമില്ല, എനിക്ക് ഇത്രയും പൈസ ആവശ്യമില്ല, അപ്പം ചേച്ചി രക്ഷപ്പെടുമല്ലോ, ചേച്ചി അങ്ങനെ ചെയ്യ് ചേച്ചി എന്ന് പറഞ്ഞാണ് എൻ്റെ 2 ലക്ഷം രൂപ വാങ്ങുന്നത്. അക്കൗണ്ട് വഴിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ പലപ്പോഴായിട്ട് ഇത് ഓരോരുത്തർ കൊടുക്കണം, ബാങ്ക് മാനേജർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഇവർക്ക് എഞ്ചിനീയർക്ക് കൊടുക്കണം, ഇതിൻ്റെ ഇതൊക്കെ തയ്യാറാക്കുക, പ്രോജക്റ്റ് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കുന്നവർക്ക് കൊടുക്കണം, പിന്നെ വക്കീൽ സൈൻ ചെയ്യുന്ന വക്കീലിന് കൊടുക്കണം, വക്കീലിൻ്റെ ഗുമസ്തയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പലപ്പോഴായിട്ട് എൻ്റെ 7 ലക്ഷം രൂപ വാങ്ങിച്ചു. 7 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് ഇപ്പം എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് 10 വർഷം, ഇപ്പം ഒരു 12 മാസമായി, 1 വർഷക്കാലത്തോളമായി. 10 ദിവസത്തേക്ക് ശരിയാകുന്ന ലോണ് ഇപ്പം 1 വർഷം കഴിഞ്ഞു, ഇതുവരെ റെഡി ആയിട്ടില്ല. ഈ പണമൊക്കെ മേടിച്ചത് ആരാണ്? ഈ പണം വാങ്ങിച്ചത് രമ്യ, സുമിത, ബിനു എന്ന വ്യക്തികളാണ്. ഇവരുടെ ഫോട്ടോ ഉണ്ടോ കയ്യിൽ? ഫോട്ടോ കയ്യിലുണ്ട്. ആ ഫോട്ടോ നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് കാണിക്കാം. അതോടൊപ്പം നമ്മുടെ അമ്മ ഇവിടെ തീരെ വയ്യാതെ കിടക്കുക. അമ്മ ഒന്ന് ഇനി ചിരിക്കാൻ പറ്റുമോ? ഒന്ന് പിടിച്ച് നീപ്പിച്ചോ. അമ്മ ആകെ അവശ നിലയിലാണ്. നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. അമ്മ, എന്താ സംഭവിച്ചത്? നമ്മളെ ഇത് കണക്ക് രമ്യ വന്ന് PMG ലോൺ തരാമെന്ന് പറഞ്ഞിട്ടാണ് മേടിച്ച് ഇത്രയും നമ്മളെ കൊണ്ട് TT കൊണ്ട് പോയത്. അപ്പോഴത്തേക്ക് എൻ്റെ അനിയത്തിക്ക് വസ്തുവൊന്നുമില്ല. വസ്തു ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ച് അവർക്ക് രക്ഷപ്പെടാനല്ലേ, അപ്പോൾ പിള്ളേർ ഗൾഫിൽ നിൽക്കുന്നത് കൊണ്ട് തിരിച്ച് കുറേശ്ശെ പൈസയല്ലേ പലിശയാവുള്ളൂ, അടയ്ക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ ചേർന്നത്. അത് എന്നെ സമീപിച്ചെന്ന് പറഞ്ഞാൽ നമ്മളെ വീടിനടുത്തുള്ള കുടുംബശ്രീയിലേക്കുള്ള ഒരു ബിജി ശ്രീജു എന്ന് പറഞ്ഞ ആ കൂട്ടുകാരിയാണ് അവിടെ അടുത്ത് വന്ന്. അപ്പോൾ ഈ ചുരുക്കത്തിൽ ഈ തട്ടിപ്പ് സംഘത്തിൽ കുറേ ആളുകളുണ്ട്. വിജി എന്ന് പറഞ്ഞ ആ കുട്ടിയാണെങ്കിൽ ഇവരുമൊക്കെ ബ്യൂട്ടീഷ്യൻ്റെ ആൾക്കാരാണ്, സർട്ടിഫിക്കറ്റ് ഇതുണ്ട്, അതിൻ്റെ ഇതൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് വന്ന് ഇതേ കണക്ക് അംഗൻവാടി ഇരുന്നപ്പോഴത്തേക്ക് വന്ന് 2-3 പ്രാവശ്യമായിട്ട് 2 ദിവസമായിട്ട് വന്ന് പറയുകയൊക്കെ ചെയ്യും. അപ്പോൾ പിന്നെ സാമ്പത്തികമായിട്ട് സഹായിക്കണമെങ്കിൽ എന്നെ പിടിച്ചാൽ മതി, ചേച്ചീനെയും കൂടെ. അപ്പോൾ അങ്ങനെയാണ് നമ്പർ തന്ന് വിളിച്ച് നമ്മൾ തമ്മിൽ സംസാരിക്കുകയും വിജിയാണ് എൻ്റെ നിന്ന് ഈ പൈസ പിടിച്ച് രമ്യ പ്രവീണിനെ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്തത്. വിജിയുടെ ഹസ്ബൻഡ് വിജി ശ്രീജു. അമ്മയുടെ പൈസയല്ല, എത്ര മൊത്തം 75 ലക്ഷം രൂപ അമ്മയുടെ കെയർ ഓഫിൽ അമ്മയുടെ വിശ്വാസതയുടെ പേര് മറ്റുള്ളവർ അമ്മയ്ക്ക് തന്നത് ഇവർ വാങ്ങിയതാ. ഇതെല്ലാം ഈ ലോണിന്റെ പേര് പറഞ്ഞിട്ടില്ലേ? അമ്മയുടെ വീട്ടിലെ അരിക്കല ഒഴിച്ച് ബാക്കിയെല്ലാം ഇവള് വിപ്പിച്ച്. അത് ശരി. അവസാനം 75 ലക്ഷം രൂപ ഒപ്പിച്ചു കൊടുത്ത ആ ഒരമ്മ ദേ ഈ കിടക്കുന്നത് ഈ റോഡ് വക്കിലാണ്. കഴിഞ്ഞ 4 ദിവസമായി. ഇനിയുമുണ്ട് ഈ തട്ടിപ്പിൽപ്പെട്ട മറ്റൊരമ്മ കൂടി. ആ അമ്മ ആരുടെ പേരില്ല ഈ പണം മുഴുവൻ? ഈ തട്ടിപ്പ് നടത്തിയവരുടെ അമ്മയുടെ അക്കൗണ്ടിൽ 1 കോടിക്ക് മുകളിൽ നിക്ഷേപമുണ്ട്. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ പോലീസിൽ പരാതി കൊടുത്തായിരുന്നോ? ഞാൻ പറയുന്നത് കേട്ടോ, ഞാൻ അങ്ങനെ അന്വേഷണത്തിൽ ഇങ്ങനെ 1 കോടിക്ക് അടുത്ത് ഉണ്ടെന്ന് എൻ്റെ അന്വേഷണത്തിലാണ് കണ്ടെത്തി. അത് സത്യമാണോ മിഥ്യയാണോ എന്ന് എനിക്ക്
അറിയില്ല. എന്നിട്ട് ഞാൻ അവിടെ ചെന്നപ്പോ അവരെന്നെ ഓട്ടിക്കുന്നത്. ഞാൻ പറഞ്ഞു, അമ്മേ എന്റെ ചേച്ചിമാരെല്ലാം ആത്മഹത്യയുടെ വക്കിലാണ്, വീട്ടിൽ കിടന്നിറങ്ങാൻ പറ്റില്ല, ആൾക്കാരിൽ നിന്ന് വാങ്ങിയ പണം കൊടുത്തില്ലെങ്കിൽ അവർ വീട്ടിൽ കിടന്ന് വെള്ളം വെക്കുന്നു. ഞാനും കൊടുത്ത് ചേച്ചിയെ സഹായിച്ചു, എനിക്കും എന്റെ വീട്ടിൽ കിടക്കാൻ പറ്റില്ല. ഈ പൈസ നിങ്ങൾ എങ്ങനെയെങ്കിലും ലോൺ എടുത്ത് തന്നെ. അത് പറഞ്ഞ് രമ്യ ഉടനെ വിളിക്കുകയും രമ്യ എടുത്ത് ഈ തള പറയണെന്ന്. ഞാൻ എല്ലാത്തിനെയും അകത്തിട്ട് പൂട്ടും. അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഈ അകത്തിട്ട് പൂട്ടും എന്ന് പറയുന്നത് അവിടെ മിസ്റ്റേക്ക്. അപ്പൊ ഈ ലോൺ ഇല്ലാന്ന് എനിക്ക് പൂർണ്ണമായി ബോധ്യമായി. ഈ ചേച്ചി എടുത്തിട്ടെന്ന് പറഞ്ഞു, ചേച്ചി ഇത് പറ്റിപ്പാണ്, തട്ടിപ്പാണ്, നിങ്ങൾ ഇനിയെങ്കിലും എന്റെ കൂടെ നിൽക്കൂ. ഞാനൊരു പ്രാന്തിയെ പോലെ ഇവരെ വീട്ടിൽ നിന്ന് പറയുമ്പോഴും ഇവർ പറഞ്ഞു ഇല്ല, ഈ ലോൺ കിട്ടുമെന്ന് പറയണം. ഞാൻ എൻ്റെ ഒരു പ്രാന്തിയെ പോലെ ഓടി അലഞ്ഞ് നടന്നപ്പോഴത്തേക്ക് കുളത്തൂപ്പുഴ അമ്പലക്ഷേത്ര നടയിൽ വരികയും ഒരു അനീഷ് കോറ്റിയെ കണ്ടുമുട്ടുകയും നിഷാപ്രകാശിനെ കണ്ടുമുട്ടുകയും അവരാണ് എനിക്ക് പൂർണ്ണ പിന്തുണ തന്നത്. അവർ ഇതേ ചതിയിൽപ്പെട്ടു. ഇതേ ലോണിന്റെ പേരിൽ പറഞ്ഞ് അവരിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്തു. അങ്ങനെ അവരും ഞങ്ങൾ കൂട്ടായിട്ട്, ഒരു ഉമയും ഞങ്ങളും 4 പേരും കൂടെ കൂട്ടായിട്ട് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോയി. പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തപ്പോൾ ഞാൻ കടയ്ക്കൽ പഞ്ചായത്തിൽ താമസക്കാരുണ്ട്, എൻ്റെ അടുത്ത് കടയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ പറഞ്ഞു. എൻ്റെ ചേച്ചി വളവച്ച പോലീസ് സ്റ്റേഷനിലാവുകൊണ്ട് വളവച്ച പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ചേച്ചിയുടെ പേർക്ക് ഞാനും നിഷാപ്രകാശും കൂടെ ചേർന്ന് കംപ്ലൈൻറ്റ് എഴുതിയപ്പോൾ ചേച്ചി എത്ര എമൗണ്ട്, ചേച്ചിക്ക് കട ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ 70 ലക്ഷം രൂപ 75-നകത്തുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഞെട്ടിപ്പോയി. ചേച്ചി ഇത്രയും ലക്ഷങ്ങൾ ഈ കടം വാങ്ങി ഇതിനിട്ടിട്ടും എൻ്റെ അടുത്തൊരു വാക്ക് പറഞ്ഞിട്ടില്ല. ഞാൻ ആ 75 ലക്ഷം എഴുതി ചേച്ചിയും കുട്ടി വളവച്ച പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടെയുള്ള ലക്ഷ്മി മാഡം ഈ കേസ് എടുക്കുകയും അവർ രമ്യ പ്രദീപിനെ വിളിച്ചു വരുത്തുകയും ചെയ്തു. രമ്യ പ്രദീപ് ഒരു എത്ര ദിവസത്തെ അവധി ചോദിച്ചു. രമ്യ പ്രദീപ് 1 മാസത്തെ അവധിയാണ്. രമ്യ പ്രദീപ് 1 മാസത്തെ അവധി മാഡത്തിനോട് ചോദിക്കും. ഈ മുഴുവൻ പൈസയും തിരികെ തരാന്ന് പറഞ്ഞു. ഈ ആരോപണങ്ങളെല്ലാം അവിടെ സമ്മതിച്ചതാണ്. ഈ പൈസ ഒരു കഴിഞ്ഞ മാസം 5-ാം തീയതി കൊടുക്കാമെന്ന് രേഖാമൂലം അവിടുത്തെ മാഡത്തിനോട്, ലക്ഷ്മി മാഡത്തിനോട്, അതായത് SIയോട് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ അന്നും ലക്ഷ്മി മാഡം പറഞ്ഞ സമയത്ത് ഈ പൈസ കൊടുത്തില്ല. ആ സമയം കഴിഞ്ഞപ്പോൾ നിങ്ങൾ വീണ്ടും സ്റ്റേഷനിൽ പോയായിരുന്നു? ഞാൻ എൻ്റെ 13/11 കഴിഞ്ഞ മാസം ഞാനും ഒരു പെറ്റീഷൻ തയ്യാറാക്കി. കാരണം എൻ്റെ അക്കൗണ്ട് രേഖാപ്രകാരം ഒരു 35 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോയിട്ടുണ്ട്. മറ്റുള്ളവരുടെ പൈസ, ഞാനിട്ട പൈസ എല്ലാം കൂടെ ഒരു 35 ലക്ഷം രൂപയുണ്ട്. എനിക്കും ലോൺ ഇതണക്ക് 10 ലക്ഷം രൂപയ്ക്ക് 4000 രൂപയെ അവിടെ അടവുള്ളു. സബ്സിഡി ഉണ്ട്. ചേച്ചി തവണകളായിട്ട് അടച്ചാൽ മതി, അത് സാവകാശം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇതേ കണക്ക് പറഞ്ഞാണ് പറ്റിപ്പ് നടത്തുന്നത്. പറ്റിപ്പെന്ന് മനസ്സിലാക്കിയത് പിന്നിലല്ലേ. 2.5 വർഷം എടുത്ത് നിങ്ങൾ ഈ ഒരു പറ്റിപ്പ് തിരിച്ചറിയാനായിട്ടല്ലേ? ഒരു 2.5 വർഷത്തോളം എടുത്താണ് ഇവിടെ ഏകദേശം. ഞാൻ ചേച്ചി എടുത്ത് പറഞ്ഞു, ചേച്ചി രമ്യയുടെ ഭർത്താവ് ഒരു ചെറിയ കാറായിരുന്നു, വാഹനർ കാർ. അത് കഴിഞ്ഞിട്ട് ബ്രീസ കാർ എടുത്ത് അതിന് 10-16 ലക്ഷം രൂപയും ടോറസ് വണ്ടി എടുത്ത് അതിനും 10-40 ലക്ഷം രൂപയാവും. ഇതൊക്കെ നാട്ടുകാരുടെ പണമാണ്. ഒരു ഓട്ടോറിക്ഷ ഓടിച്ചോണ്ട് നടന്നവന്റെ വീട്ടിൽ ഇപ്പം ടോറസ് ലോറികൾ എത്ര? 3 എണ്ണോ? 3 വണ്ടിയോ 2 വണ്ടിയൊക്കെ ഉണ്ട്. 2 ടോറസ് വണ്ടി, ഒരു ബ്രീസ കാർ അല്ലേ. ബ്രീസ കാർ എടുത്ത് ഇതൊക്കെ ഉണ്ട്. പിന്നെ അവളുടെ ബാക്കിൽ കാണുന്ന വസ്തു അങ്ങനെയാണ് വാങ്ങിയത്. മിനുവിന്റെ പേർക്ക് ആ വസ്തു എഴുതിയെടുത്തിട്ടുണ്ട്.